ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വ്ലോഗ്. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള വിശേഷങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. രാവിലെ തന്നെ അടുക്കളപ്പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറിന് വെള്ളം വെച്ചു, അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പേരി വെക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഉപ്പേരി വെക്കാൻ പോകുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് ഇന്ന് മോൾക്ക് കൊടുത്തയക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഞാനൊരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് മീഡിയം സൈസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 5 എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിയണം. പിന്നെ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പരത്തിയിട്ട് പിന്നെ എണ്ണയിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുക കേട്ടോ. അപ്പൊ അതാണ് പൊട്ടാറ്റോ ഫ്രൈ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്കാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതന്നെ വേണം കേട്ടോ. അപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞു വെച്ചു. അതിനുശേഷം എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ 2-3 വെളുത്തുള്ളി ഇട്ടാൽ മതി കേട്ടോ, ചതച്ചിട്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നന്നായി ഒന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സിം ആക്കി വെച്ചിട്ട് തന്നെ ഇതിനെ വറുത്തെടുക്കാം കേട്ടോ. ഇത് കുറച്ച് ടൈം എടുക്കുന്നു മാത്രം ഇതൊന്ന് ഡ്രൈ ആയി വരാൻ. എന്താന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കാത്തതല്ലേ, എണ്ണയിൽ മാത്രം വേണ്ടേ, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ മോളൊക്കെ എണിച്ചു കേട്ടോ. മോൾ എണിച്ചു പല്ല് തേക്കാണ്. പിന്നെ നമ്മൾ ഇന്നലെ ക്യാരറ്റ് ഓയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പൊ അത് ഞാൻ രാവിലെ തന്നെ തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുഖം കഴുകിയിട്ട് അത് തേച്ച് 1 മണിക്കൂർ വെക്കും. പിന്നെ സോപ്പിട്ട് മുഖം കഴുകാലോ, കുളിക്കാൻ പോകുമ്പോൾ അങ്ങനെ കഴുകാലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ തേക്കുന്നില്ലേ? അങ്ങനെ ഓയിലൊന്ന് കാണിച്ചു കൊടുക്ക്, ക്യാരറ്റ് ഓയിൽ. അപ്പൊ നമ്മുടെ എണ്ണ ഇതാണ് കേട്ടോ. ക്യാരറ്റും പിന്നെ തെച്ചിപ്പൂ പിന്നെ കുങ്കുമപ്പൂ എല്ലാം കൂടി ചൂടാക്കിയ എണ്ണയാണ്. അപ്പൊ മോള് തേച്ചുകൊണ്ടിരിക്കുന്നത്. കാണിച്ച് തേച്ച് കൊടുക്കുന്നത് ഒന്ന് കാണിക്കും. തേച്ച് നോക്കാം. അപ്പൊ രാവിലെ തന്നെ മുഖമൊക്കെ കഴുകിയിട്ട് പല്ല് തേച്ച ശേഷം ഇത് തേച്ച് വെക്കണം കേട്ടോ. 1 മണിക്കൂറെങ്കിലും ഫേസിൽ വെക്കണം. അപ്പോഴേ നമുക്ക് ഡെയിലി വെക്കണം കേട്ടോ. ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ അത്. അതുപോലെ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തോ, തേച്ചോ? കഴിക്കുന്ന പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയി കുളിച്ചോട്ടോ. അപ്പൊ ഉരുളക്കിഴങ്ങ് ഉപ്പേരി അവിടെ നിന്ന് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ദോശക്കുള്ള ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഇന്നും രാവിലെ ദോശയാണ്. അപ്പൊ ഇന്നൊക്കെ കൂടി മാവുണ്ട് കേട്ടോ. അപ്പൊ ഇന്നും കൂടി ദോശയാണ്. അപ്പൊ ദോശയ്ക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഒരു 4 വറമുളക് അഥവാ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി 5-6 ഇടണം കേട്ടോ. അപ്പൊ 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഒരു 4 തക്കാളി എടുത്തിട്ട് വരാം. അപ്പൊ 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തക്കാളി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. വലുതാണെങ്കിൽ നമുക്കൊരു 2 മതി. അപ്പൊ ചെറുതായതുകൊണ്ട് തന്നെ 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി വഴറ്റുക. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. അപ്പൊ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് 2 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് എരിവ് പോരെങ്കിൽ ഉണക്കമുളക് എരിവ് ചിലപ്പോൾ പോരാണ്ടിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം വെക്കണം കേട്ടോ. അതാ കണ്ടില്ലേ, തക്കാളിയൊക്കെ അങ്ങനെ ഇരിക്കണം. നന്നായിട്ടൊന്ന് ചുങ്ങണം. അതിനുശേഷം ചൂടാറിയിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ.
അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും. അപ്പൊ ഇതാണ് മോൾക്ക് ഇന്ന് കൊടുത്തയക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചമ്മന്തി ഇതാ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ അതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതാ ചമ്മന്തി അരച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ദോശക്കുള്ള ചമ്മന്തി. വെളുത്തുള്ളി ഇട്ടുള്ള ചമ്മന്തി ഞാൻ ഫസ്റ്റ് ടൈം ആണ് വെക്കുന്നത്. ഞാൻ അധികം വെളുത്തുള്ളി ഇടാറില്ല, ബാക്കിയെല്ലാം ഇടും. പക്ഷെ ഒന്ന് വെളുത്തുള്ളി ഇട്ടത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ദോശക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആ സമയായോ? എത്രയായി? എന്താ ദോശ ഉണ്ടാക്കി തരാം. എന്താ ഉണ്ടാക്കണം? അപ്പൊ അതാ മോള് സമയമായി വന്നു കേട്ടോ. മോള് മേല് കഴുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ അവൾക്കൊന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. അനു ദോശ കഴിച്ചോ? ഇന്നൊരു വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നൊരു വെറൈറ്റി ചമ്മന്തി കഴിച്ചു നോക്ക്. വെളുത്തുള്ളിയൊക്കെ ഇട്ട് അടിപൊളിയാണ്. എപ്പോഴും ഉണ്ടാക്കുന്നേക്കാളും വേറൊരു ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്ക്. എപ്പോഴും ഒരേപോലെ കഴിക്കാൻ പറ്റുമോ? കഴിച്ചു നോക്ക് എന്നിട്ട് പറഞ്ഞ നോക്കട്ടെ. നന്നായിട്ടാ? ശരി ഒന്ന് പൊക്കോ. അപ്പൊ മോള് കഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവളുടെ ടിഫിൻ ബോക്സിലേക്ക് ചോറാക്കി ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. അപ്പൊ അടുക്കള പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഞാൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. ഇനി ഉച്ചക്കുള്ള ചാറ് വെക്കണം. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുളി കഴിഞ്ഞ് വന്നിട്ട് മോള് സ്കൂളിൽ പോയ ശേഷം ഇനി അടുത്ത പണികളൊക്കെ നോക്കാം. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പൊ മോള് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവള് കഴിച്ച് പിന്നെ അവൾക്ക് മുടി കെട്ടി കൊടുക്കണം. ആ പണിയുള്ളൂ. അപ്പൊ അപ്പോഴേക്കും ഞാൻ ഷോപ്പ് ഒന്ന് തുറന്നു വെച്ചിട്ട് വരാം കേട്ടോ. ഷോപ്പ് തുറന്നിട്ടില്ല. ഷോപ്പ് ഒന്ന് തുറന്നു വെക്കട്ടെ കേട്ടോ. അപ്പൊ അതിന് ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടണം. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. ഇനിയിപ്പോ മോൾക്ക് അവളെ റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടണല്ലോ. ആ തിരക്ക് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഷോപ്പിലേക്ക് വരാം. അപ്പൊ മോള് സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടുണ്ട്. അതിനൊന്ന് നോക്ക്. മോളുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഒരാളെ എണിച്ചിട്ടേ ഇല്ല കേട്ടോ. സമയം 9:30 അപ്പൊ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു. മോള് സ്കൂളിൽ പോയി. പിന്നെ അതിനുശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു ചെറിയ തലവേദന വരുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിക്സ് ഒക്കെ തേച്ച് ഇത്ര നേരം കിടക്കുകയായിരുന്നു. പിന്നെ ഇതപ്പൊ എണീച്ചിട്ട് ഞാനിപ്പോ കറി വെക്കാൻ പോണു. ഇപ്പൊ സമയം 12:30 ആയിട്ടോ. മൈഗ്രൈൻ മാറിയിട്ടില്ല. വിക്സ് തേച്ചിട്ടുണ്ട്. നോക്കിയിട്ട് ശരിയല്ല പറഞ്ഞ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചിട്ട് ഒരു മരുന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. മൈഗ്രെയിൻ വന്നാ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു വെള്ളരിക്കയാണ് ഇതിന്റെ കൂടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെള്ളരിക്കയുണ്ട്. അപ്പൊ വെള്ളരിക്കയും തക്കാളിയും പരിപ്പും കൂടിയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. അപ്പൊ ഇത് നമ്മള് അന്ന് പച്ചക്കറി മുത്തശ്ശി വന്നപ്പോ വാങ്ങിയതായിരുന്നു. അപ്പൊ വെള്ളരിക്കും പരിപ്പും കൂടി ഞാൻ അങ്ങനെ വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ശരിക്കും വെള്ളരിക്കൊന്നും അധികം കറി വെക്കുന്നോട് വാങ്ങിക്കാറേ ഇല്ല. അന്ന് മുത്തശ്ശിയുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്ന് വാങ്ങിച്ചൊന്ന് മാത്രം വെറുതെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ശരി ഇന്ന് എന്തായാലും പരിപ്പിന്റെ കൂടിയിട്ട് കറി വെക്കാൻ വിചാരിച്ചു. അപ്പൊ ഇതിനൊന്ന് ഞാൻ മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാ വെള്ളരിക്ക മുറിച്ചു കേട്ടോ. ഇതാ നമ്മുടെ വെള്ളരിക്ക മുറിച്ചു. വെള്ളരിക്കന്റെ ഉള്ളിൽ ഒരു കൂടുണ്ടാവില്ലേ, ഒരു സംഭവം. ഇതായി ഇതൊക്കെ ചെറുപ്പത്തില് ഈ സംഭവമൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തില് പറഞ്ഞാ അങ്ങനെയല്ല, കല്യാണത്തിന് മുമ്പൊക്കെ അമ്മ ഇത് നേരാക്കുമ്പോ ഇതിന്റെ കൂടില് അതിനിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ തരും കഴിക്കാനായിട്ട്. ഇതിന്റെ കൂടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര കഷ്ടമായിരിക്കും. വായിൽ വെക്കാൻ പറ്റുന്നില്ല. അയ്യോ ഇതെന്താ ഇങ്ങനെ കശപ്പ്. ഇതിന്റെ ചെറുതാണെങ്കിൽ കശപ്പുണ്ടാവില്ല തോന്നുന്നു അല്ലെ. ഇത് നല്ല കശപ്പ്, വായിൽ വെക്കാൻ പറ്റുന്നില്ല. ഇത് കശക്കുവോ എന്തോ.
അയ്യോ ഒന്നും പറയണ്ട. ആ വെള്ളരിക്ക ഭയങ്കര കശപ്പിട്ടോ, അത് കറി വെക്കാൻ പറ്റില്ല. മുറിച്ച് ഞാൻ വായിൽ വെച്ചപ്പോണ്ട് കശപ്പ്. അപ്പൊ ഞാനിതാ കറി വെക്കണതിന്റെ പ്ലാനൊക്കെ മാറ്റി. ഇതാ നമ്മുടെ ചേമ്പുത്തണ്ട്, നമ്മുടെ തൊടിയിലുള്ള നല്ല അടിപൊളി ചേമ്പുത്തണ്ട് വലിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പരിപ്പിന്റെ കൂടെ ഞാനിപ്പോ ഇനി ഇതാണ് കേട്ടോ വെക്കുന്നത്. പെട്ടെന്നായിരുന്നു തീരുമാനങ്ങളൊക്കെ മാറ്റിയത്. അതെന്താന്നറിയോ, വായിൽ വെക്കാൻ പറ്റുന്നില്ല. എന്തെങ്ങനെ കശപ്പ്, വെള്ളരിക്ക ഇങ്ങനെ കശക്കുവോ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതങ്ങനെ കൊണ്ട് കളഞ്ഞു. ഇനി നമുക്ക് ചേമ്പുത്തണ്ടും പരിപ്പും കൂടിയിട്ടുള്ള കറി വെക്കാം. അപ്പൊ ഞാനിതൊന്ന് നേരാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പൊ അതാ ചേമ്പുത്തണ്ടൊക്കെ മുറിച്ചു കേട്ടോ. ഒരു 3 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇലയാണ് കേട്ടോ, പിഞ്ചിലയാണ്. നമുക്ക് ഇതും കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതും തക്കാളിയും കൂടി ഇട്ടിട്ട് ചാറ് കലക്കി വെക്കാം. അപ്പൊ അതാ ചേമ്പും തണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പിഞ്ചിലകളിൽ ഇത് അതുപോലെ കെട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ അമ്മ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യണത്. കറി വെക്കുമ്പോൾ നല്ല പിഞ്ച് ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതിനിങ്ങനെ കെട്ടാക്കിയിട്ട് നമ്മൾ ചാറിലിടുക, അതുപോലെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെയാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചേനത്തണ്ടല്ല സോറി, പരിപ്പും തക്കാളിയും ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ കറിയാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഉച്ചക്കുള്ള ചോറും കറിയും ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ അടുക്കള വിശേഷങ്ങൾ എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയും നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.